അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇനി +1 അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് എന്തായാലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് സയൻസ് ആണോ കൊമേഴ്സ് ആണോ എടുക്കുന്നത്, ഹ്യൂമാനിറ്റീസ് ആണോ എടുക്കുന്നതെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സബ്ജക്റ്റിന് കോഡൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ കോഡും കാര്യങ്ങളും നിങ്ങൾ ഏതൊക്കെ സ്കൂളിലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതൊക്കെ നേരത്തെ തന്നെ നോക്കി വെക്കുക കേട്ടോ. കാരണം ഒരു നമ്പർ മാറിയാൽ തന്നെ നമ്മുടെ കോഡ് മാറുന്നുണ്ടാവും. കോഴ്സിൻ്റെ കോഡായിക്കോട്ടെ സ്കൂളിൻ്റെ കോഡും എല്ലാം വ്യത്യാസം വരും. അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചൊരു പേപ്പറിൽ ലിസ്റ്റാക്കി തന്നെ വെക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾ ഇനിയിപ്പോൾ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും എന്തെടുത്ത് കഴിഞ്ഞാലും നമ്മൾക്ക് എന്താണ് നല്ല രീതിയിൽ തന്നെ പഠിക്കണം അല്ലേ. അതായത് ഡിഫിക്കൽട്ടി ലെവൽ ഒരു പഠിക്ക് കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ട്രാൻസിഷൻ SSLCയിൽ നിന്ന് +1 ഒരു ട്രാൻസിഷൻ ഏറ്റവും സ്മൂത്ത് ആക്കാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ എക്സാം വിന്നറിൻ്റെ +1 ബാച്ച് എന്ന് പറയുന്നത്. നമുക്ക് സയൻസിനും കൊമേഴ്സിനും ബാച്ച് ഉണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ഈ ഒരു +1 ജേർണി മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ഒരു ട്രാൻസിഷൻ്റെ ആ ഒരു ജമ്പ് ഭയങ്കര ഒരു ചാട്ടമായിട്ട് ഫീൽ ആവാതെ ഒരു സ്മൂത്ത് ലാൻഡിങ് വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നല്ല രീതിയിൽ തന്നെ +1 പഠിച്ച് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ കുട്ടികൾക്ക് നമ്മുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. കാരണം ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ +1 ബാച്ചിൻ്റെ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് കൂടെ വന്നപ്പോൾ 25 കുട്ടികൾക്കായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബാച്ചാണ് നമ്മുടെ അഗ്നി ബാച്ച്. അപ്പോൾ ആ ടീച്ചേഴ്സൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും റിസൾട്ടൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നമ്മുടെ എക്സാമിനറിൻ്റെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അതേപോലെ തന്നെ മക്കളെ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ SSLC ചാനലിലാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ കുട്ടികൾ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇനി ക്ലാസ്സുകളായിക്കോട്ടെ, യൂസ്ഫുൾ വീഡിയോസ് ആയിക്കോട്ടെ, ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ എല്ലാം +1 ചാനലിലാണ് വരുന്നുണ്ടാവുക. അപ്പോൾ അത് എൻ്റെ മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ ഓൺ ആക്കി വെക്കാം. ഓക്കെ, ഇനി നിങ്ങളുടെ ഒരു അലോട്ട്മെൻറ്റിന് മുൻപായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കീം സെലക്ട് ചെയ്യുന്നതിലാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അക്ഷയ സെൻറ്ററിലൊക്കെ പോയി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ കുറേ കുട്ടികളുടെ അപ്ലൈ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ സ്റ്റേറ്റ് സിലബസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഡ് ഒന്നാണ്. അതുപോലെ CBSEക്ക് കോഡ് വേറെയാണ്. നിങ്ങൾ ICSE സിലബസ് പഠിച്ചാണെങ്കിൽ വേറെയാണ്. നിങ്ങൾ ഈ വർഷമല്ല പാസ്സായത്, അതിന് മുന്നത്തെ വർഷങ്ങളോ അല്ലെങ്കിൽ അതിന് 2-3 വർഷമൊക്കെ മുന്നേ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ കോഡ് വേറെയാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്കീം തെറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ വർഷം തന്നെ പാസ്സായ ആൾക്കാർക്കൊക്കെ എന്താണ് നമുക്ക് ബോണസ് പോയിന്റുകളുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റേറ്റ് സിലബസ്, പ്രത്യേകിച്ച് അതാണ് സ്റ്റേറ്റ് സിലബസ് പഠിച്ചായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെ ബോണസ് പോയിന്റ് ഉണ്ടാകും. അതേപോലെ നിങ്ങൾ CBSE അതുപോലെ തന്നെ ICSE പഠിച്ചതാണെങ്കിൽ ആ ബോണസ് പോയിന്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റേറ്റ് സിലബസ് പഠിച്ച ആളാണെങ്കിൽ കൂടെ നമ്മൾ അറിയാണ്ട് കോഡ് മാറി CBSE അല്ലെങ്കിൽ ICSE കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 മാർക്ക് എന്തോ സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികൾക്ക് നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ സ്കീം മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ബോണസ് പോയിന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള മാർക്സ് കുറയും. ആ മാർക്സ് കുറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ WGPA, നിങ്ങളുടെ ടോട്ടൽ സ്കോറിനെ അത് ബാധിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. രണ്ടാമത്തേതായിട്ടുള്ളതാണ് അഡ്രസ്സ്. അഡ്രസ്സ് നമുക്ക് ഇങ്ങോട്ടൊന്നും അയക്കാനൊന്നുമില്ലല്ലോ. അഡ്രസ്സിലൊക്കെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കാര്യമുണ്ട്. കാരണം ഈ ബോണസ് പോയിന്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ വീടിരിക്കുന്നത് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന സ്കൂളിൻ്റെ അതേ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ അതേ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ അതേ കോർപ്പറേഷനിലാണ് നിങ്ങളുടെ അഡ്രസ്സ് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാറി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ബോണസ് പോയിന്റ് നഷ്ടപ്പെടും. രണ്ടാമത്തേതായിട്ട് നിങ്ങളുണ്ടെന്ന് കരുതി കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ അവസാനം നിങ്ങൾ കൊടുത്ത കോഡ് കാര്യങ്ങളൊക്കെ മാറും അല്ലെ. അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ്, നിങ്ങൾ ആ സ്ഥലത്തായിരിക്കില്ല കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള അഡ്മിഷൻ ക്യാൻസൽ ആവാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പം അഡ്രസ്സ് തീർച്ചയായിട്ടും പ്രൂഫ് ചെക്കിങ് ചെയ്യുക. കാരണം അക്ഷയ സെൻറ്റർ ആൾക്കാർ അവരുടെ കുറ്റമായിരിക്കില്ല, അവരിങ്ങനെ ഇരുന്ന് കുറേ ഡീറ്റെയിൽസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാക്സിമം എററൊന്നും ഇല്ലാതെ ചെയ്യുമെങ്കിൽ കൂടെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ പറഞ്ഞ അഡ്രസ്സ് ആയിക്കോട്ടെ, നമ്മുടെ സ്കൂളിൻ്റെ കോഡായിക്കോട്ടെ, കോഴ്സിൻ്റെ കോഡായിക്കോട്ടെ, ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഡ്രസ്സ് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. ദെൻ അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് മക്കളെ സർട്ടിഫിക്കറ്റ്സ്. കാരണം നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സിനാണോ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നത്, ഓക്കെ, ആ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ EWSൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ EWS ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് നിങ്ങൾ കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടും. അപ്പോൾ ആ ആനുകൂല്യം നിങ്ങൾ കിട്ടിയിട്ടില്ലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ
അത് പോയി പോകും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സ്പോർട്സ് കോട്ട, അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ലിറ്റിൽ കൈറ്റ്സിൽ A ഗ്രേഡ് കിട്ടിയത്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ അങ്ങനെ ബോണസ് പോയിന്റ് കിട്ടുന്ന കുറേ കാറ്റഗറി ഉണ്ടല്ലോ. ആ കാറ്റഗറിയിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ എന്ത് ക്യാൻസലാവും, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി. പിന്നെ ലാസ്റ്റ് നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഒക്കെ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാക്കാതെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉള്ള നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടാൻ സാധ്യതയുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക. അതുമാത്രമല്ല അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ നമ്പറും അത് ഇഷ്യൂ ചെയ്ത ഡേറ്റും ഇഷ്യൂ ചെയ്ത് ആരാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടത്. ഓക്കെ, ഇനി അടുത്തതാണ് റിലീജിയൻ ആൻഡ് കാസ്റ്റ്. അപ്പം ഈ റിലീജിയനും കാസ്റ്റും നമുക്ക് തെറ്റ് വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകും. ആ സർട്ടിഫിക്കറ്റിൻ്റെ ഇതിലായിരിക്കും നമ്മൾ ഫില്ല് ചെയ്യുന്നത്. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, കാരണം ചില കാസ്റ്റിനൊക്കെ നമുക്ക് എന്തുണ്ടാവും, റിസർവേഷൻ ഉണ്ടാവും. അപ്പോൾ ആ റിസർവേഷൻ്റെ രീതിയിലാണ്, ആ കമ്മ്യൂണിറ്റി കോട്ടയിലൊക്കെയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ നഷ്ടപ്പെടും. അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യം നമുക്ക് കിട്ടാതെയാവും, കിട്ടേണ്ട റിസർവേഷൻ നമുക്ക് കിട്ടാതെ ാകും. അപ്പോൾ നിങ്ങൾ ഈ റിലീജിയനും കാസ്റ്റൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ നോക്കുക. അതേപോലെ തന്നെ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റാണോ ചെയ്തതെന്നുള്ളത് നിങ്ങൾ ഫൈനലായിട്ട് ചെക്ക് ചെയ്യുക. ആൻഡ് അടുത്തതാണ് സ്കൂളും കോഴ്സ് കോഡും. ഇതാണ് മിസ് വീഡിയോ തുടങ്ങുന്ന സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. കാരണം നമ്മളുടെ അലോട്ട്മെൻറ്റ് വരാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഏതൊക്കെ സ്കൂളിൽ കൊടുത്തു, നമ്മൾ ഏതൊക്കെ കോഴ്സ് സെലക്ട് ചെയ്തു എന്നുള്ളതിനനുസരിച്ചായിരിക്കും. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇതിന് വേറെ കോഡാണ്. അതുപോലെ തന്നെ ഈ ബയോളജി സയൻസിന് പകരം ഹോം സയൻസ് എടുത്താൽ വേറെ കോഡാണ്. ഓക്കെ, ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് മാറുന്നുണ്ടാവുള്ളൂ, അപ്പോഴേക്കും കോഡ് മാറും. അതായത് നിങ്ങളുടെ ഒരു കോഡ് മാറിയാൽ തന്നെ നിങ്ങളിപ്പോൾ ബയോളജി പഠിക്കാൻ ആഗ്രഹിച്ച ആളായിരിക്കും, പക്ഷേ നിങ്ങളുടെ കോഡ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ബയോളജിക്ക് പകരം ഹോം സയൻസ് ആയിരിക്കും പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഈ കോഴ്സ് കോഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ കൊമേഴ്സ് പഠിക്കുന്നത് അതിൽ തന്നെ ഒത്തിരി കോമ്പിനേഷനുകളുണ്ട്, അതാണ് വ്യത്യാസം. അതായത് ചിലപ്പോൾ ബയോളജിക്ക് പകരം ഹോം സയൻസ് ആവും, മാത്സിന് പകരം ബയോളജി ഹോം സയൻസ് ആവും, അങ്ങനെ കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആണെന്നുണ്ടെങ്കിൽ 01 ആണ് നിങ്ങളുടെ കോഡ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അത് തന്നെയാണ് എല്ലാ സ്കൂളുകളിലും കൊടുത്തിട്ടുള്ളത് എന്ന് എൻഷുർ ചെയ്യുക. അതേപോലെ തന്നെയാണ് സ്കൂളിൻ്റെ കാര്യം. പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 10-15 സ്കൂളുകളൊന്നും കൊടുത്തു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ മാത്രം. അർച്ചന മിസ് പറഞ്ഞിട്ടുണ്ട് കുറേ സ്കൂളുകൾ കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ അങ്ങ് ദൂരെയുള്ള നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലം അല്ലെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ ട്രാവലുള്ള സ്ഥലങ്ങളൊന്നും കൊടുക്കരുത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഫസ്റ്റത്തെ ലിസ്റ്റിൽ കൊടുക്കാം. അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂള്, നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സ് അതെല്ലാം നോക്കിയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ അങ്ങനെ കൊടുത്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് കൺവീനിയൻ്റ് അല്ലാത്ത സ്ഥലം കൊടുത്തേക്കാം. കുറച്ചധികം കോളങ്ങളുണ്ടല്ലോ എന്ന് കരുതി കൊടുക്കരുത്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ കൊടുക്കുക. പക്ഷെ ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുത്താൽ മതി. പക്ഷെ അത് കൊടുക്കുമ്പം ഓൾറെഡി നേരത്തെ തന്നെ ചെക്ക് ചെയ്യുക. കാരണം ഒരു ഗ്രാമപഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ അത് നിങ്ങളെ ബാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ലിസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾ ഏത് സ്കൂളുകളാണ് കൊടുക്കുന്നത്, ആ സ്കൂളിൻ്റെ കോഡ് ഏതാണ്, നിങ്ങളുടെ കോഴ്സ് കോഡ്. മിക്കവാറും ഇപ്പോൾ ബയോളജി സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ വേറെ ഇതിനൊന്നും അപ്ലൈ ചെയ്തെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഏതൊക്കെയാണോ എടുക്കുന്നത് എന്നുള്ളത് നല്ലപോലെ ശ്രദ്ധിച്ച് ഇപ്പോൾ തന്നെ ഒരു ലിസ്റ്റാക്കി വെക്കുക. അവിടെ പോയിട്ട് കഴിഞ്ഞ് വെച്ചാൽ അവിടെ കുറേ ആൾക്കാരുടെ അവർ ചെയ്യുന്നുണ്ടാകും. ഇപ്പോൾ ഒരു അക്ഷയ സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു ഇട കൊടുക്കാതിരിക്കുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സബ്മിഷൻ. അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം തിരക്കിട്ട് ഓടി വരികയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ചെയ്തു, അവർ വൃത്തിയായിട്ട് അവരുടെ പണി ചെയ്തു. അത് കഴിഞ്ഞാൽ അത് പ്രൂഫ് റീഡിങ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ അഡ്മിഷൻ്റെ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മളായിരിക്കും. അതൊന്നും വേണ്ട, ആ ചേട്ടൻ നന്നായിട്ട് ചെയ്യും, ആ ചേച്ചി നന്നായിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അവർ ചെയ്യുമായിരിക്കും. പക്ഷെ മനുഷ്യന്മാരാണ്, എറേഴ്സ് സംഭവിക്കാം. നമ്മളത് ചെക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആരുടെ അഡ്മിഷനെയാണ് ബാധിക്കുക? നമ്മുടെ അഡ്മിഷന്. അപ്പോൾ തീർച്ചയായിട്ടും ഫൈനൽ സബ്മിഷൻ ചെയ്യുന്നതിന് മുമ്പ് പ്രൂഫ് റീഡിങ് ചെയ്യുക. ഫൈനൽ സബ്മിഷനും ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തെന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിലേ നിങ്ങൾ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുള്ളൂ. അല്ലാതെ ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വേഗം ഇറങ്ങി ഓടാൻ നിൽക്കരുത്. നമ്മുടെ ഫ്യൂച്ചറിൻ്റെ കാര്യം കൂടിയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യാതെ എൻ്റെ മക്കൾ എന്ത് ചെയ്യരുത്, ഓൺലൈൻ ആപ്ലിക്കേഷന് പോകരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, വേണ്ട കാര്യങ്ങളൊക്കെ ലിസ്റ്റാക്കി പോവുക. ഓക്കെ, അപ്പോൾ എറേഴ്സ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക.
റെഡി? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളൊക്കെ എൻ്റെ കുട്ടിയൊക്കെ കിട്ടട്ടെ. ഇത് നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക മക്കളെ. കാരണം അവർക്ക് എല്ലാവർക്കും, ഓരോ കുട്ടിയും അവരാഗ്രഹിക്കുന്ന സ്കൂളിൽ അവരാഗ്രഹിക്കുന്ന കോഴ്സിന് പഠിക്കാൻ അർഹരാണല്ലേ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ മിസ്റ്റേക്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്